Hi everyone, welcome to the Women of Honor series. Good morning to all. ഇന്ന് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലെ ഏതാനും ചില കാര്യങ്ങൾ പറയാമെന്ന് വിശ്വസിക്കുക. അതായത് ലുക്ക് ഗ്രേറ്റ് ഫീൽ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതിനകത്ത് വന്നിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കേണ്ടതായിട്ടും ഉണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിൽ നിന്ന് എൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തെ ഭാരം തൂക്കാനായിട്ട് അനുവദിക്കണം. നമ്മളുടെ ഭാരമെല്ലാം നമ്മൾ തലയിൽ ചുമന്നുകൊണ്ട് കഴിഞ്ഞു പോയ ഭാരവും വരാനുള്ള ഭാരവും ഇപ്പോൾ ഉള്ള ഭാരവും എല്ലാം നമ്മുടെ തലയിൽ വെച്ച് ഏറ്റവും സ്ട്രെസ്ഫുള്ളായിട്ട് ഓരോ ദിവസങ്ങളും കഴിക്കുന്ന ആ രീതിക്കൊരു മാറ്റം വരണം. അതായത് നമ്മുടെ ഭാരം എല്ലാം എടുത്ത് ദൈവത്തിൻ്റെ തലയിൽ തൂക്കി വെക്കണം. അന്നേരം ദൈവത്തെ അനുവദിക്കുക, നമ്മൾക്ക് ഒരു പ്ലാൻ തരാനായിട്ട് അനുവദിക്കണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സ്മൂത്തായിട്ട് പോകാനായിട്ട് ഒരു പക്ഷേ സാധിച്ചേക്കും. രണ്ടാമതായിട്ട് സ്വന്തം ശരീരത്തെ സ്നേഹിക്കണം. കോർട്ടിസോൾ വർദ്ധിക്കുമ്പോൾ വണ്ണം കൂടും. സമ്മർദ്ദം കൂടുന്നത് നമ്മളുടെ ശരീരത്തെ സ്നേഹിക്കാതിരിക്കുമ്പോഴാണെന്ന് പറയുന്നു. അതായത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചും വിഷമിച്ചും ആവശ്യമുള്ളതും അല്ലാത്തതും എല്ലാം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഭാരം കൊടുത്തുകൊണ്ട് ജീവിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ നമ്മൾ അതിന് അടിമപ്പെട്ടു പോയി, എല്ലാം അഡിക്റ്റായി എന്ന് ഒരു പക്ഷേ പറയേണ്ടി വരും. നമ്മളുടെ പ്രയാസങ്ങൾ എല്ലാം സൈഡിലേക്ക് മാറ്റി വെക്കാനൊന്നും ഉള്ള ആ ഒരു മനസ്ഥിതി നമ്മൾ കാണിക്കാറില്ല. മനസ്സിൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ എയറോബിക്സ് എക്സസൈസ്, ധാരാളം വെള്ളം കുടിക്കുന്നത്, ശരീരത്തിന് ആവശ്യമായ സമീകൃത ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുടുംബമായിട്ട് സാധിക്കുമെങ്കിൽ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒക്കെയുള്ള അവസരങ്ങൾ കണ്ടെത്താനൊക്കെ സാധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിൽ കൂടെ എന്താകുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഒരു വെള്ളം തളിച്ച അനുഭവം, അതായത് ഒരു കുളിർമ അനുഭവപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുക, അതുപോലെ തന്നെ അത് രുചിച്ച് ഭക്ഷണം കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മളുടെ ജീവിതത്തിൽ ധാരാളം പിരിമുറുക്കങ്ങളുണ്ടാകും. എന്നാൽ അതൊക്കെയും അകറ്റി നിർത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ദൈവത്തിൽ നിന്നും ആവശ്യപ്പെട്ട് പരിശുദ്ധാത്മാ കൃപയിലും ആ സഹായത്തിലും നമുക്ക് നമ്മളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ചില ആഹാരങ്ങൾ വർജിക്കണം, നമുക്ക് വേണ്ടെന്ന് വെക്കണം. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ആഹാരമാണെങ്കിലും അധികം കഴിക്കാതിരിക്കുക. അത് ലിമിറ്റിൽ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ഒരു എനർജിക്ക് ആവശ്യമായിരിക്കുന്ന മാത്രം കഴിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ക്രമീകരിച്ച് നല്ലൊരു ജീവിതം കൊണ്ടുവന്ന് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. ഈ ചില ആഹാരങ്ങൾ ഉപേക്ഷിക്കണം, വേണ്ടെന്ന് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, അവർ റിട്ടയറായിട്ട് ഒരു കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം ഇടയ്ക്ക് ഇവിടെ ബാംഗ്ലൂരിൽ അവരുടെ ഫാമിലിയുണ്ട്. അവിടെ വന്ന സമയത്ത് നമ്മളുടെ വീട്ടിലും വന്നിരുന്നു. അപ്പോൾ അവർക്ക് കൃഷിയിലൊക്കെ താല്പര്യമുള്ള സ്ത്രീയാണ്. അപ്പോൾ ഞാനിങ്ങനെ വെജിറ്റബിളിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ബ്രിഞ്ചാളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ് ബ്രിഞ്ചാൾ കഴിയത്തില്ല, അത് വിട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചോദിച്ചത് എന്താണെന്ന്. അപ്പോൾ പറഞ്ഞ് കാശിക്ക് പോയപ്പം ഇത് ഒരു ബ്രിഞ്ചാൾ കഴിക്കുന്നത് അവിടെ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോകുന്നു, ഇനി കഴിക്കത്തില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ്
പലരും പലതും ഉപേക്ഷിക്കുന്ന കേട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ബ്രിഞ്ചാളാണല്ലോ വിട്ടത്, അത് വളരെ ഗുണമുള്ള സാധനമാണല്ലോ എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ എഗ് പ്ലാന്റ് എന്ന് പറയും. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ വേണ്ടാന്ന് വെക്കാനുള്ള ആ ഒരു ട്രെയിനിങ് കൊടുക്കണം എന്നുള്ള പറയാനായിട്ടാണ് ഞാൻ ഈ ഇൻസിഡൻറ്റ് പറഞ്ഞത്. ഈ വീഡിയോയിൽ കൂടി ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മളതിനെ സീരിയസ് ആയിട്ടെടുത്ത് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സുഖവും സന്തോഷവും തരുന്നതായ ഒരു ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ബൈ പറയുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.